ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഡെസേർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ ഡെസേർട്ടാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാൻ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതിനുശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് നോക്കാം കേട്ടോ. എത്രത്തോളം പാല് വേണം അത് നമുക്ക് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഓരോ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ മാറ്റം വരും. അപ്പോൾ അതാ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുക്കണം. ഒട്ടും ക്രാക്കില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം വലുപ്പത്തിൽ എണ്ണത്തിൽ ഉണ്ടാക്കിയെടുക്കുക. വലുപ്പം ഒരു ചെറിയൊരു ഗുലാബ് ജാം ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ബോൾസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ ചട്ടി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ആയി മതി കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി സെയിം പാനിൽ തന്നെ വീണ്ടും ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സേമിയ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വറുത്തതായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കാരമലാക്കി എടുക്കണം. അതൊന്ന് കാരമലായിട്ട് വരുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് വേണ്ട കാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാല് വെച്ചിട്ടാട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പഞ്ചസാരക്കൊന്ന് ക്രിസ്റ്റലായിട്ട് വരും. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ അത് മെൽട്ടായിക്കോളൂ കേട്ടോ. ഈ രീതിയിൽ കട്ടിയായിട്ട് വരും. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് തന്നെ മെൽട്ടായിക്കോളും. ഇപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് 2-3 ഏലക്കായ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമുക്കിത് ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഡെസേർട്ടായിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ബ്രെഡ് ബോൾസ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ബ്രെഡ് ബോൾസിലും കൂടി പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ ചെറിയൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആ നെയ്യോട് കൂടെ തന്നെ ഈ ഒരു ഡെസേർട്ടിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം വെറൈറ്റി അല്ലേ. അതുപോലെ ഗസ്റ്റിന് കൊടുക്കുമ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും. ഈ രീതിയിൽ ചെയ്തെടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായാൽ ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായിട്ട് വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്